നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമാണെന്നും ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് സേവാഭാരതി വയനാട്ടിൽ ശവസംസ്കാരം നടത്തിയതെന്നും എന്നാൽ 75,000 രൂപയാണ് ഒരു ശവസംസ്കാരത്തിന്റെ പേരിൽ സർക്കാർ എഴുതിയെടുത്തിട്ടുള്ളതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചതായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത്. അവിടെ സേവാഭാരതി 49 മൃതദേഹങ്ങൾ 1 രൂപ ചെലവഴിക്കാതെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരെല്ലാവരും തന്നെ 1 രൂപ ചെലവ് സർക്കാരിന് വരുത്താതെയാണ് അവിടെ സേവാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തിയത്. പട്ടാളം പണി കഴിച്ച ബെയിലി പാലത്തിന് പോലും 1 കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ ജനറേറ്ററിൻ്റെ പേരിൽ, വാഹനങ്ങളുടെ പേരിൽ, ആംബുലൻസുകളുടെ പേരിൽ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ നടപടിയാണ് സർക്കാർ നടത്തിയത്. ഈ ദുരന്തമുഖത്ത് കേരളം മുഴുവൻ, കേരളം മാത്രമല്ല കേരളത്തിന് വെളിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളടക്കം നിരവധി സഹായങ്ങൾ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ദൂർത്തടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ സേവനത്തിനായി സർക്കാർ എഴുതിയെടുത്തിട്ടുള്ളത്. 1 രൂപ പോലും വാങ്ങിക്കാതെ കയ്യും മെയ്യും മറന്ന് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് ഈ കൊള്ള സർക്കാർ നടത്തുന്നതെന്നും മറ്റു സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന് കൈത്താങ്ങായി സാമ്പത്തിക സഹായം നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.